ഹലോ ഗെയിം ആസ്പിറൻസ്. സോ അപ്പോൾ എല്ലാവരും റാങ്ക് ലിസ്റ്റ് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുമായിരിക്കും അല്ലേ? അപ്പോൾ മോസ്റ്റ് പ്രോബ്ലി നമുക്ക് ജൂൺ 10 തന്നെ റാങ്ക് ലിസ്റ്റ് എക്സ്പെക്ട് ചെയ്യാം. ഇനി റാങ്ക് ലിസ്റ്റ് വന്നു കഴിഞ്ഞിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടേ? ശരിക്കും റാങ്ക് ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഉടനെ അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഒത്തിരി ടൈം കിട്ടണം എന്നില്ല. അപ്പോൾ നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് കുറേ ഡോക്യുമെന്റ്സ് നിങ്ങളുടെ കയ്യിൽ കരുതേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ഓർക്കേണ്ട കാര്യം, നിങ്ങൾ അഡ്മിഷൻ ടൈമിൽ അല്ലെങ്കിൽ നിങ്ങൾ പ്രൊഫൈൽ ഏത് ഡോക്യുമെന്റ് ആണോ അപ്ലോഡ് ചെയ്തത് അതേ ഫോമാറ്റിൽ അത് മിസ്മാച്ച് വരാത്ത രീതിയിൽ വേണം ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്യാം. സോ അപ്പോൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ. ആദ്യം വരുന്ന ഡേറ്റ് ഓഫ് ബർത്തിന്റെ പ്രൂഫ് അല്ലേ. ഡേറ്റ് ഓഫ് ബർത്തിന്റെ പ്രൂഫ് എന്ന് പറയുമ്പോൾ ഒന്നുകിൽ നിങ്ങളുടെ SLC സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റ്. SLC സർട്ടിഫിക്കറ്റിനകത്ത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് കാണിക്കാം. ഓക്കെ, ഇനി അടുത്ത് വരുന്നത് ഇൻസ്റ്റിറ്റ്യൂഷൻ ലെവലിൽ വരുന്ന ഡോക്യുമെന്റ്സ് ഏതൊക്കെയാ? TC വരുന്നുണ്ട്. ദെൻ അടുത്തത് കോൺടാക്ട് സർട്ടിഫിക്കറ്റ് ആണ്. കോൺടാക്ട് സർട്ടിഫിക്കറ്റ് ശ്രദ്ധിക്കുക, അവിടെ 6 മാസം വാലിഡിറ്റി മാത്രമേ വരുന്നുള്ളൂ കേട്ടോ. ഇനി നിങ്ങൾ റിപ്പീറ്റേഴ്സ് ആണെങ്കിലും ചെയ്യേണ്ടത്, നിങ്ങൾ സ്കൂളിൽ ഒന്നുകൂടെ കോൺടാക്ട് ചെയ്യുക. കോൺടാക്ട് സർട്ടിഫിക്കറ്റ് കിട്ടുവാണെങ്കിൽ അത് മതി. ഇനി അല്ല എങ്കിൽ എന്താ, ഗസറ്റഡ് ഓഫീസറിൽ നിന്ന് സർട്ടിഫൈ ചെയ്ത് മേടിക്കാം. ഓക്കെ, ഈ 2 കാര്യങ്ങളാണ് വരുന്നത്. ഇനി നമ്മുടെ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് വേണ്ടത് മറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള കുട്ടികളാണെങ്കിൽ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് മേടിക്കുക. ദെൻ അടുത്തത് നമ്മുടെ കേരളത്തിന് പുറത്തുള്ള കുട്ടികളാണെങ്കിൽ എന്ത് ചെയ്യുക, മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത്രയാണ് ഇൻസ്റ്റിറ്റ്യൂഷൻ ലെവലിൽ വരുന്ന സർട്ടിഫിക്കറ്റ്. ഓക്കെ, ദെൻ അടുത്തത് നമ്മുടെ 12th ഒറിജിനൽ മാർക്ക് ലിസ്റ്റും വേണം, പാസ് സർട്ടിഫിക്കറ്റ് വേണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒറിജിനൽ സർട്ടിഫിക്കറ്റ് തന്നെ വേണം, കോപ്പീസ് അല്ല ഒറിജിനൽ വേണം കേട്ടോ. അത് ഇമ്പോർട്ടൻ്റ് ആണ്, കളക്ട് ചെയ്ത് വെച്ചേക്കാം. ദെൻ ഇനി അടുത്ത് എന്താ, ഫീ റെസിപ്റ്റ്. നമ്മൾ ഈ ഒരു ടൈം എത്തുമ്പോഴത്തേക്കും സിയിൽ എന്ത് ചെയ്യും, ഫീ റെസിപ്റ്റ് അല്ലെങ്കിൽ ഫീ സബ്മിറ്റ് ചെയ്യും. സോ ആ ഫീസിന്റെ എങ്ങനെയാണോ നിങ്ങൾ അടച്ചത് അതേ റെസിപ്റ്റ് തന്നെ നിങ്ങൾ കാണിക്കുക. സോ ഇനി വേണ്ടത് ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ആണ്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മിനിമം അസിസ്റ്റന്റ് സർജൻ ഓർ ഹയർ റാങ്ക് അതിൽ താഴെ വരാൻ പാടില്ല. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അത് നോക്കി വേണം നിങ്ങൾ ആ സർട്ടിഫിക്കറ്റ് മേടിക്കാൻ. അപ്പോൾ ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിന്റെ ഫോമാറ്റ് എന്താണെന്നുള്ളത് നമ്മുടെ പ്രോസ്പെക്ടേഴ്സിൽ പേജ് നമ്പർ 167 മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സാമ്പിൾ ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ ഒരു ഫോമാറ്റിലുള്ള സർട്ടിഫിക്കറ്റ് വേണം നിങ്ങൾ മേടിക്കാനായിട്ട്. അപ്പോൾ അതൊന്ന് എൻഷുർ ചെയ്യുക, അത്രയേ ഉള്ളൂ. ദെൻ ഇനി വരുന്നത് നമ്മുടെ ഡേറ്റ ഷീറ്റ് അല്ലെ, അതായത് നമ്മുടെ എൻട്രൻസ് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുള്ള എന്താണ് ലിസ്റ്റ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം. ദെൻ അടുത്ത അലോട്ട്മെന്റ് മെമ്മോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അലോട്ട്മെന്റ് മെമ്മോ ഇല്ലെങ്കിൽ നമ്മുടെ അഡ്മിഷൻ തന്നെ നഷ്ടമാവും. സോ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ പ്രൊഫൈലിൽ അലോട്ട്മെന്റ് മെമ്മോ വരും, ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് എടുത്ത് വെച്ചേക്കാം. ഓക്കെ, ഇനി ലാസ്റ്റ് വേറൊന്നുമില്ല, നമ്മുടെ കാറ്റഗറി ലിസ്റ്റ് ആണ്. കാറ്റഗറി ലിസ്റ്റ് ഇനി പബ്ലിഷ് ചെയ്യും. അപ്പോൾ ഏത് പ്രൂഫാണോ സബ്മിറ്റ് ചെയ്യേണ്ടത് നോക്കിയിട്ട് അതനുസരിച്ച് സബ്മിറ്റ് ചെയ്താൽ മതി. അപ്പോൾ ആ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്നുള്ള ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ശരിക്കും ഇത്രയും ഡോക്യുമെന്റ്സ് ആണ് നിങ്ങളുടെ അഡ്മിഷൻ പ്രൊസീജിയറിൽ ടൈമിൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത്. ശരിക്കും ഈ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ കയ്യിൽ ഏതൊക്കെ ഡോക്യുമെന്റ്സ് ഉണ്ടോ നോക്കുക. ഇനി ഇല്ല എങ്കിൽ അതെല്ലാം കളക്ട് ചെയ്യുക. then ഇതെല്ലാം ഒരുമിച്ച് ഒരു ഫയലാക്കി വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് മിനിറ്റുള്ള നിങ്ങളുടെ റഷൊക്കെ ഒഴിവാക്കാൻ പറ്റും. സോ അത് മാത്രമല്ല, അഡ്മിഷൻ റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് നമ്മുടെ ടീമിനെ കോൺടാക്ട് ചെയ്യാം. 24/7 നമ്മൾ അവൈലബിൾ ആയിരിക്കും. കൂടുതൽ അഡ്മിഷൻ റിലേറ്റഡോ അല്ലെങ്കിൽ കോളേജസ് റിലേറ്റഡ് ആയിട്ടുള്ള ഡൗട്ട്സ് അറിയണമെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ ഇനിയുള്ള യൂസ്ഫുൾ ഇൻഫോർമേഷൻ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. സോ താങ്ക് യു.